ഞാൻ കുറേ ദിവസമായി എൻ്റെ ബാംബു ഗ്രാസ് പ്ലാന്റ് ഒന്ന് ബുഷിയാക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നൊന്ന് ബുഷിയാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ 2 ചട്ടിയിലാണ് ഉള്ളത്. ഇനി ഒരു ചട്ടിയിലും കൂടി നടാനുള്ള പ്ലാന്റ് മുറ്റത്തുണ്ട്. അത് നാളെ നട്ട് കൊടുക്കണം. അപ്പോൾ ഒന്ന് ഞാൻ പെയിൻറ്റിങ് ബക്കറ്റിലാണ് കേട്ടോ നട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഇത് ഒരു സാധാരണ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന ചെടിയെല്ലാം വെച്ചിട്ട് അങ്ങനെ നട്ടതാണ്. പക്ഷേ നട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ചെടിയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റുന്ന ചെടിയും കൂടിയാണ് കേട്ടോ നമ്മുടെ ബാംബു ഗ്രാസ്. മുളൻ്റെ ഒരു ഇതുപോലെയാണ് ഇത് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇതിന് ബാംബോ ഗ്രാസ് എന്ന പേര് വന്നത്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനലിട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരെന്തായാലും ഒന്ന് കാണണം. അപ്പോൾ ഞാനിങ്ങനെ വെട്ടിക്കൊടുക്കുകയാണ്. കണ്ടില്ലേ മറ്റേ 2 അതിന് ഒന്നും കൂടി ഇതുപോലെ ആക്കാനിട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കുഞ്ഞിവാവ പിന്നെ വെള്ളമൊക്കെ വന്ന് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്ത് പണിയെടുക്കുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ എന്തായാലും അവനുണ്ടാവും കേട്ടോ. അവൻ കൂടെ ഉണ്ടാകും എന്ത് കാര്യത്തിനും. എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുക, ചെടീൻ്റെ അടുത്ത് അങ്ങനെ ചെടികളൊന്നും പറിച്ചൊന്നും കളയില്ല കേട്ടോ. അതൊക്കെ നല്ല ഇതാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കൂട്ടി പിടിച്ച് ഒന്നാക്കി ഒന്ന് വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പണ്ടൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഇത് കയ്യിലെത്തി. പക്ഷേ ഞാനിപ്പോൾ ആദ്യം എന്താ പറയുക, ആദ്യമൊക്കെ വിചാരിച്ച് ഇത് വെക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മൾ ചട്ടിയിലേക്ക് വന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെട്ടി റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയും കൂടിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഇപ്പോൾ ഇങ്ങനെയാണ് ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയൊരു ചട്ടിയിലും കൂടി നടാനുള്ള നമ്മുടെ ബാംബു ഗ്രാസ് നന്നായിട്ട് വന്നിട്ടുണ്ട് മുറ്റത്ത്. അപ്പോൾ അതും കൂടി ചട്ടിയിലേക്ക് മാറ്റണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.